കഴിഞ്ഞ ദിവസം നമ്മുടെ പല മാധ്യമങ്ങൾക്കും അതുപോലെ സോഷ്യൽ മീഡിയ പേജുകൾക്കുമൊക്കെ വലിയ ശുഷ്കാന്തിയായിരുന്നു. അമേരിക്കയുടെ നിയന്ത്രണം വന്നതിന് ശേഷം ചൈനയുടെ ആദ്യത്തെ കപ്പൽ ഹോർമുസ് കടലിടുക്ക് കടന്നിരിക്കുന്നു. മാസായിട്ടുള്ള രംഗപ്രവേശം. ചൈന മരണമാസായിട്ട് ഇതാ വരുന്നു. ഒന്നും ചെയ്യാനാകാതെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പുകഴ്ത്തലുകൾ നമ്മുടെ മാധ്യമങ്ങളിലടക്കം കാണാൻ കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യ ഇങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടില്ല. പറഞ്ഞാൽ തന്നെ ഇന്ത്യയുടെ ഒരു കപ്പൽ അങ്ങ് പോയി, ഇത്രയേ ഉള്ളൂ. മറ്റേ ചൈനയുടെ ഒരു കപ്പലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ചൈനയുടെ മാസ്മരിക പ്രകടനം, ചൈന മാസായിട്ട് ഇതാ കപ്പൽ കടത്തിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് വച്ചങ്ങ് കാച്ചും. അത് പൊതുവേ ഇവിടെ ഉള്ളൊരു കീഴ്വഴക്കമാണല്ലോ. നമ്മളതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അപ്പം എന്തായാലും ഇന്നിപ്പോൾ ഒരു വാർത്ത വന്നിരിക്കുന്നത്, ചൈനയുടെ ആ ഒരു സാങ്ഷൻഡ് ആയിട്ടുള്ള വെസൽ അമേരിക്കയുടെ നിയന്ത്രണങ്ങളെ മറികടന്ന് പോകുന്നതിന് പരാജയപ്പെടുകയും അത് തിരിച്ച് ഹോർമുസിലേക്ക് തന്നെ പോവുകയും ചെയ്തു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. സോ പൂർണ്ണമായിട്ട് US നിയന്ത്രണങ്ങളെ ഭേദിച്ചുകൊണ്ട് ഒരു എണ്ണക്കപ്പലിന് ഹോർമുസ് കടലിടുക്കിലൂടെ പോവുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതത്ര എളുപ്പമല്ല. ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും തമ്മിലൊരു ഫോൺ സംഭാഷണം നടന്നു. ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിക്കാനുണ്ടായത്. അക്കൂട്ടത്തിലൊരു കാര്യത്തിന് ധാരണയായിട്ടുണ്ട്. ഹോർമുസ് കടൽ വഴി കടന്നു വരുന്ന ഇന്ത്യൻ കപ്പലുകളെ അമേരിക്ക തടയില്ല. നോട്ട് ദ പോയിന്റ്. ഇന്ത്യൻ കപ്പലുകളെ അമേരിക്ക തടയില്ല. അപ്പോൾ ഇനി ഇറാൻ തടയോ? അത് നേരത്തെ തന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ട്. തടയില്ലെന്ന് മാത്രമല്ല, ഇന്ത്യൻ കപ്പലുകൾ ടോള് കൊടുക്കേണ്ട കാര്യവുമില്ല. എന്ന് വെച്ചാൽ ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലുകൾ ഇറാന് ടോള് കൊടുക്കേണ്ട, ഇറാൻ അതിനെ തടയില്ല, അതിന് കടന്നു പോകാൻ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കും. അമേരിക്ക അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കില്ല, തടയാൻ ശ്രമിക്കില്ല, കടന്നു പോകാൻ വേണ്ട സൗകര്യം കൊടുക്കും. ഇതിനെയാണ് നയതന്ത്ര മികവ് എന്ന് പറയുന്നത്. ചൈന ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഹോർമുസ് കടലിൽ അമേരിക്കയുടെ നിയന്ത്രണങ്ങൾക്കെതിരെ ശക്തമായ ഭാഷയിൽ ചൈന പ്രതികരിക്കുകയാണ്. കാരണം ഇന്ത്യ ഇതെങ്ങനെയാണ് നേടിയത്? ഇന്ത്യ നയതന്ത്ര വഴികളിലൂടെ ഒരേ സമയത്ത് ഇറാനുമായിട്ടും US-ഉമായിട്ടും ഡിസ്കസ് ചെയ്തിട്ട് ഇന്ത്യയുടെ കപ്പലുകൾ തടസ്സമില്ലാതെ വരാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഇന്ത്യ ചെയ്തു. ചൈനയ്ക്ക് അതിന് കഴിയുന്നില്ല. ഇപ്പോൾ എന്തായാലും ഇറാൻ ചൈനയുടെ കപ്പലിനെ തടയില്ല. കാരണം ഇറാൻ ചൈനയുമായിട്ട് നല്ല സൗഹൃദത്തിലാണ്. ചൈന ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണല്ലോ. അപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നൊരു തടസ്സവും ഉണ്ടാവില്ല. ഇന്ത്യയുടെ കപ്പലുകൾക്ക് ടോള് വാങ്ങാത്തതുപോലെ തന്നെ ചൈനീസ് കപ്പലുകൾക്കും ടോള് കൊടുക്കേണ്ട. ഹോർമുസ് കടലിടുക്ക് വഴി പോകാനുള്ള എല്ലാ സൗകര്യവും ആര് ചെയ്തു കൊടുക്കും? ഇറാൻ തന്നെ ചെയ്തു കൊടുക്കും. ഇന്ത്യക്ക് തരുന്ന അതേ സൗകര്യം അവിടെ ചൈനയ്ക്കും കൊടുക്കും. പക്ഷേ അതിനിപ്പുറത്തോട്ട് വരുമ്പോഴുള്ള പ്രശ്നം, അമേരിക്കയെ അതേപോലെ മെരുക്കാൻ ചൈനയ്ക്ക് കഴിയില്ല. എന്ന് വെച്ചാൽ അമേരിക്കൻ ഉപരോധങ്ങളെയും അമേരിക്കയുടെ നിയന്ത്രണങ്ങളെയും മറികടന്ന് ചൈനീസ് കപ്പലുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അവിടെ ചൈനയുടെ നയതന്ത്രം ഫെയിലാണ്. ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഒരുപോലെ ഇന്ത്യക്ക് രണ്ട് കക്ഷികളുമായിട്ടും സംസാരിച്ച് ഇന്ത്യയുടെ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നു, പക്ഷം പിടിക്കാതെ. എന്നാൽ ചൈന അവിടെ പരാജയമാവുകയുമാണ്. റഷ്യ യുക്രൈൻ യുദ്ധ സമയത്ത് ഓർമ്മയില്ലേ? റഷ്യയും യുക്രൈനും യുദ്ധം നിർത്തിവെച്ച് തന്നു. ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിതമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റഷ്യയും യുക്രൈനും യുദ്ധം നിർത്തിവെച്ചു. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണത്. ഏതെങ്കിലും ഒരു രാജ്യത്തെ കുറച്ച് മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു യുദ്ധമൊക്കെ നിർത്തിവെക്കുക എന്ന് പറയുന്നത്. അതൊക്കെ ഞാൻ ഇതിനെ ഒരു സൂപ്പർ നാച്ചുറൽ തിങ് ആയിട്ടോ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ പരിപാടിയായിട്ടോ ഒന്നും അല്ല പറയുന്നത്. ഇതിനെയാണ് ഏറ്റവും മികച്ച നയതന്ത്ര നീക്കങ്ങൾ എന്ന് നമ്മൾ കാണേണ്ടത്. ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിലവിലെ ഫോറിൻ മിനിസ്റ്റർ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ ആണെങ്കിലും ഫോറിൻ സെക്രട്ടറിയുടെ ആണെങ്കിലും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ ആണെങ്കിലും ശക്തമായ ഗ്ലോബൽ ഇൻഫ്ലുവൻസിൻ്റെ ഫലവും മികച്ച നയതന്ത്രവും കൊണ്ടാണ് ഇന്ത്യക്ക് അത് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല, ഇന്നത്തെ വേൾഡ് ഓർഡറിൽ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം വളരെ പ്രധാനപ്പെട്ടൊരു ശക്തിയായി മാറിയിരിക്കുന്നു. ലോകത്ത് മാറ്റി നിർത്താൻ കഴിയാത്തൊരു ശക്തിയായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ചൈനയെ പോലെ ഒരു പക്ഷം പിടിക്കുന്ന രാജ്യമല്ല. തീർത്തും ഇന്ത്യ ഒരു നിഷ്പക്ഷ ശക്തിയായിട്ട് ലോകം അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. US ആണെങ്കിലും നേരത്തെ പോലെ ശാഠ്യം പിടിക്കുന്നില്ല. റഷ്യയുമായിട്ട് ഇനി സഹകരണമേ വേണ്ട എന്ന തരത്തിൽ അവരത് മയപ്പെടുത്തുകയാണ്. റഷ്യ ആണെങ്കിലും ഇന്ത്യ US-ഉമായിട്ട് സഹകരിക്കുന്നതിൽ റഷ്യയ്ക്കും പ്രശ്നമൊന്നുമില്ല. കാരണം എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഇതാണ് ഇന്ത്യ. ഇന്ത്യ നേരത്തെ കണ്ടുവന്ന രീതിയിലുള്ള ഒരു രാജ്യമല്ല. ഇന്ത്യ ഡിഫറൻ്റ് ആണ്. ഇന്ത്യയുടെ ഫോറിൻ പോളിസിയും ഡിഫറൻ്റ് ആണ് എന്ന് ലോകരാജ്യങ്ങൾ പതിയെ അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ സൂചനയാണത്. എന്തായാലും ഇന്ത്യൻ കപ്പലിനെ അമേരിക്കയും തടയില്ല, ഇറാനും തടയില്ല. എന്നാൽ ചൈനീസ് കപ്പലുകളെ ഇറാൻ തടയില്ല, അമേരിക്ക തടയും. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.